നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ചിത്രകല പ്രൊഫഷണലായി പഠിച്ചിട്ടില്ലെങ്കിലും നൈസർഗികമായ കഴിവുകൊണ്ട് ഒട്ടേറെ നല്ല ചിത്രങ്ങൾ വരച്ചിരിക്കുകയാണ് പാലക്കാട് മേഴ്സി കോളേജ് പരിസരത്തെ സുരേഷ് കുട്ടൻ എന്ന കലാകാരൻ. വിശന്ന് ഭക്ഷണത്തിനായി ഓടുന്ന കുതിരയും സിംഹവും പ്രകൃതിയും അദ്ദേഹത്തിൻ്റെ പ്രധാന വരകളാണ്. ആവശ്യക്കാർക്ക് ആവശ്യമുള്ള ചിത്രം അദ്ദേഹം വരച്ചു നൽകുന്നു. അദ്ദേഹവുമായി നമുക്ക് സംസാരിക്കാം. വൈകുന്നേരം വരെ ഫുഡൊന്നും കിട്ടാതെ ഇതിലാകുമ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുഡ് കിട്ടാണ്ട് കഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ യാത്രയാണ് നമ്മൾ ഈ കാണുന്ന ഈ പടം. ഈ പടത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സന്ധ്യയാണോ അതോ നേരം? സന്ധ്യയാവുന്ന ടൈമിൽ പക്ഷികളെല്ലാം അവരോടുള്ള വീടുകളിലേക്ക് യാത്ര ചെയ്യുന്ന. പിന്നെ താങ്കളുടെ ചിത്രമാണ് ഈ കുതിരയുടെ. അപ്പോൾ ഈ കുതിരയുടെ ഈ ചിത്രത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ മനസ്സിൽ ആശയം പറയാനുള്ളത്? കൂടുതൽ അതും ഭക്ഷണത്തിന് വേണ്ടി പോകുന്നു. സാധാരണ ഓരോ ഭാഗത്താകുന്ന ടൈമിൽ അവിടെ കിട്ടാനുള്ള ഇതാകുന്ന ടൈമിൽ അതായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് ഫുഡ് കിട്ടുന്ന ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന. ഈ ചിത്രകല തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഒരു 5-6 ഇയേഴ്സായി, 5-6 വർഷമായിട്ട് ഇതുകൊണ്ടിരിക്കുന്നു. ചിത്രങ്ങൾ വേറെ എവിടെയെങ്കിലും മുമ്പ് പ്രദർശിപ്പിച്ചിട്ടുണ്ടോ? നേരത്തെ ഒരു IMA ഹാളിൽ ഒരു എക്സിബിഷനിൽ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇവിടെയും കൂടി 1-2 പ്രാവശ്യമായിട്ട് ഇവിടെ എക്സിബിഷൻ ഇവിടെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആവശ്യക്കാർക്ക് ഈ ചിത്രങ്ങൾ കൊടുക്കുമോ? വിലയ്ക്ക് കൊടുക്കും. വിലയ്ക്ക് കൊടുക്കുന്നതിൽ ചെയ്യുന്നു. നമ്മളെ വർക്കൊന്നും ഇല്ലാത്ത ടൈമിൽ നമ്മുടെ ടൈം പാസ് വർക്കിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നവരുണ്ട്. പിന്നെ ഇതിപ്പോൾ ഒരു വരുമാന മാർഗം കൂടിയായി. വരുമാനം അതിൻ്റെ ഒരു ഇതിലായിട്ട് ആളുകളെ ചിത്രങ്ങൾ വേണ്ട ആൾക്കാരെ നോക്കുന്നതല്ലോ. അല്ല, നമ്മൾ പറയുന്ന ഒരാൾക്ക് ഒരു ചിത്രം വേണമെന്ന് പറയുമ്പോൾ ആ ആശയത്തിലുള്ള ചിത്രം വരച്ചു കൊടുക്കുമോ? അങ്ങനെയുള്ള ഞാൻ ചെയ്യാറില്ല. അത് നമ്മുടെ ഒരു ഇതിലായിട്ടുള്ളത്. ഇത് കൂടുതൽ നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല. അതിൻ്റെ ഇതിൽ നമ്മൾ ടൈം പാസ്സായിട്ട് അങ്ങനെ തുടങ്ങിയത്. സാധാരണ പെൻസിൽ ഡ്രോയിങ്ങിൽ തുടങ്ങി വാട്ടർ കളറിങ്ങിലായിട്ട് പിന്നെ അതായത് ആക്രിലിക്ക് അങ്ങനെ എത്തിയത്. അപ്പം നമ്മുടെ ആശയത്തിൽ ഉയരുന്ന ചിത്രങ്ങൾ വരയ്ക്കും. അത് ഇഷ്ടപ്പെട്ടവർക്ക് പൈസ തന്ന് വാങ്ങിക്കൊണ്ടുപോകാം. അപ്പോൾ മനസ്സിൽ നിന്ന് വരുന്ന സർഗാത്മ ശക്തി കൊണ്ട് വരുന്ന ചിത്രങ്ങളാണ്. എവിടെ പഠിച്ചത്? വിദ്യാഭ്യാസം വിക്ടോറിയ കോളേജിൽ ചെയ്യുന്നത്. ഒരു 7 വർഷം വിക്ടോറിയ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ താമസം എവിടെ? താമസം പാലക്കാട് ടൗണിൽ മേഴ്സി കോളേജിന്. മേഴ്സി കോളേജിൻ്റെ അവിടെയാണ് താമസം.